അടിമാലി കോൺഗ്രസിലെ പേയ്മെന്റ് സീറ്റ് വിവാദത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പ്രതികരിച്ചതിൽ നടപടി. DCC അംഗം അനൂപ് കൊച്ചേരിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി കോൺഗ്രസ്. ACC ജനറൽ സെക്രട്ടറിയെയും KPCC പ്രസിഡന്റിനെയും അപകീർത്തിപ്പെടുത്തിയെന്നാണ് പാർട്ടി നൽകുന്ന വിശദീകരണം. ജില്ലാ പഞ്ചായത്തിലെ അടിമാലി ഡിവിഷൻ പണം വാങ്ങി വിൽക്കാൻ നീക്കമെന്നായിരുന്നു അനൂപിന്റെ ആരോപണം. രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ സുരേഷ്, പാർട്ടി പണം വാങ്ങി സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന ആരോപണം ഉയർത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ പാർട്ടിയുടെ നടപടി വന്നിരിക്കുന്നത്. എന്താണ് പാർട്ടി നൽകുന്ന വിശദീകരണം? അരുൺ, ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ അടിമാലി ഡിവിഷനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോഴായിരുന്നു അടിമാലിയിലെ പ്രാദേശിക നേതൃത്വം ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അതിന് മുന്നിൽ നിന്ന ഒരാൾ കൂടിയായിരുന്നു DCC അംഗമായിരുന്ന അനൂപ് കോച്ചേരി. കോൺഗ്രസ് നേതൃത്വം പണം വാങ്ങിയ ശേഷം അടിമാലി സീറ്റ് പണച്ചാക്കുകൾക്ക് വിറ്റു എന്നുള്ളതായിരുന്നു അനൂപിന്റെ ഉൾപ്പെടെയുള്ള പ്രതിഷേധം. അതിൽ പോസ്റ്റർ ഉൾപ്പെടെ ഒട്ടിച്ചുകൊണ്ട് പ്രാദേശിക നേതൃത്വം രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിലിപ്പോൾ അനൂപ് കോച്ചേരിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. അതായത് പറയുന്നത് ACC ജനറൽ സെക്രട്ടറിയും KPCC പ്രസിഡന്റിനെയും ഉൾപ്പെടെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചു എന്നുള്ളതാണ് പാർട്ടിയുടെ ഇതുവരെയുള്ള കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് അനൂപ് കോച്ചേരിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, അവിടെ ഒരു റിബൽ സ്ഥാനാർത്ഥിയും കോൺഗ്രസിനെതിരെ വന്നിരുന്നു. അപ്പോൾ അതിനർത്ഥം അത് ഒരാളുടെ മാത്രം പ്രതിഷേധമല്ല, ഒരു കൂട്ടം ആളുകളുടെ സാധാരണ പ്രവർത്തകരുടെ പ്രതിഷേധമായിരുന്നു. പക്ഷേ അതിലൊരാളെ മാത്രം പുറത്താക്കിക്കൊണ്ട് ഒരു പകവീട്ടൽ നടന്നിരിക്കുന്നു എന്നതുള്ളതാണ് ഈ നടപടിയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനൂപ് ഉൾപ്പെടെ അന്ന് പറഞ്ഞത് പാർട്ടിക്ക് വേണ്ടി രാത്രിയും പകലും പണിയെടുക്കുന്നവരും പോസ്റ്റർ ഒട്ടിക്കുന്നവരും സമരം ചെയ്യുന്നവർക്കും അല്ല അംഗീകാരം നൽകുന്നത്, പകരം പണമുള്ള ആളുകൾക്കാണ് പാർട്ടി. അനൂപ് കോച്ചേരി തന്നെയുണ്ട്. അനൂപ് കോച്ചേരി ഇടുക്കി DCC അംഗം കൂടിയാണ്. അനൂപ് കോച്ചേരിയുടെ ആ ഒരു വിമർശനം ഏത് സാഹചര്യത്തിലാണെന്നുള്ളത് അനൂപിനോട് നമുക്ക് ചോദിക്കാം. അനൂപ്, നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് അനൂപ്, പാർട്ടി നടപടിയെടുത്തു എന്ന് കേൾക്കുന്നു. അനൂപ് അതിന് എന്ത് തെറ്റാണ് ചെയ്തത്? ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുക മാത്രമല്ലേ ചെയ്തുള്ളൂ? അതിനേട്ടാ, എനിക്ക് എന്റെ പേര് നടപടി എടുത്തു എന്നും പറഞ്ഞ് എനിക്ക് വാട്സപ്പില് ഒരു ബ്ലോക്ക് പ്രസിഡന്റ് DC പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം എന്നെ പാർട്ടി വിരുദ്ധ, അതായത് സോഷ്യൽ മീഡിയകളിലൂടെയും ദൃശ്യ മാധ്യമങ്ങളിലൂടെയും ഞാൻ AICC സെക്രട്ടറിയെയും KPCC സെക്രട്ടറിയെയും ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് നോട്ടീസ് വന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ താങ്കൾ എന്താണ് ACC സെക്രട്ടറി ഒന്നും താങ്കൾ അപമാനിച്ചതേ ഇല്ലല്ലോ. അവരാരും പണം വാങ്ങിയെന്ന് താങ്കൾ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിന്റെ വാർത്ത ആ സമയത്ത് 2 മാസം മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തൊട്ട് അടുത്ത് തന്നെ, അതെ, ആ സമയത്ത് എന്നോട് ചോദിച്ച ഒരു മറുപടി ആയിട്ട് ഞാൻ പാർട്ടിയിൽ സീനിയോറിറ്റി പരിഗണിച്ച് മാത്രമാണ് ജില്ലാ പഞ്ചായത്ത് പോലുള്ള സ്ഥലങ്ങളിലേക്ക് സീറ്റ് കൊടുക്കാവൂ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതൊരു അഭിപ്രായ പ്രകടനമല്ലേ? അതെ അതെ. ഇത് എന്തടിസ്ഥാനത്തിലാണ് എന്നെ പുറത്താക്കിയത് തന്നെയല്ല. സസ്പെൻഷനാണെങ്കിൽ നമ്മൾ അംഗീകരിക്കാം. അതിനിപ്പോ അല്ലെങ്കിൽ കാരണം കാണിക്കുന്ന നോട്ടീസാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. ഇത് പുറത്താക്കൽ എന്നുള്ളൊരു പ്രക്രിയ കോൺഗ്രസിൽ അത് തന്നെയല്ല. ഞാനൊരു DC മെമ്പറാണ്. DC മെമ്പറെ പുറത്താക്കിയെന്ന് പറഞ്ഞ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ് നോട്ടീസ് ഇറക്കിയിട്ടുള്ളത്. പരാതി കൊടുക്കില്ലേ അനൂപേ? ചെയ്തൊട്ട് ശരിയായില്ല. അല്ല, ഞാന് പരാതി കൊടുത്തതിനെ കുറിച്ച് ഞാനിപ്പോ ആലോചിച്ചിട്ടില്ല. ഞാനിപ്പോ തൽക്കാലം നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് ഞാൻ പാർട്ടിക്കെതിരെ ഒന്നുമില്ല. ഒരിക്കലും പാർട്ടിക്കെതിരെ നിൽക്കാനോ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ സംസാരിക്കാനോ. ഈ അനൂപിനെതിരെ നീങ്ങിയത് ചില സ്ഥാപിത താല്പര്യക്കാരാണെന്ന് വേണം മനസ്സിലാക്കാൻ. അനൂപ് ഈ വിമർശനം ഉന്നയിച്ചത് പാർട്ടിക്ക് ഗുണകരമായിട്ടൊരു വിമർശനമല്ലേ ഉന്നയിച്ചത്? അങ്ങനെ ചെയ്യരുത്. ഞാൻ പറഞ്ഞത് ഗുണകരമായിരുന്നില്ല എങ്കിൽ ഞാൻ പറഞ്ഞ ആളുകൾക്ക് സീറ്റ് അതായത് ഞാൻ പരാതി ഉന്നയിച്ച കൊടുക്കരുത് എന്ന് പറഞ്ഞ ആൾക്ക് സീറ്റ് കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം സത്യസന്ധമായിരുന്നല്ലോ. അതെ, അതുകൊണ്ട് അവിടെ ഗുണമുണ്ടായില്ലേ? ഗുണമുണ്ടായി, പാർട്ടിക്ക് ഗുണമുണ്ടായി. പാർട്ടി അതുകൊണ്ട് തന്നെ 6000-7000 വോട്ടിനടുത്ത് അവിടെ വിജയിക്കുകയും ചെയ്തു. ഒരിക്കലും കിട്ടാത്ത ഭൂരിപക്ഷത്തിലൂടെ വിജയിച്ചു. എനിക്കതാ മനസ്സിലാവാത്തത്. സീനിയോറിറ്റി പരിഗണിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അനൂപ് കൊച്ചേരി പറഞ്ഞതനുസരിച്ച് അവർ സ്ഥാനാർത്ഥികളെ നിർത്തി 6000 വോട്ടിന് അവിടെ ഭൂരിപക്ഷത്തിൽ അവർ വിജയിച്ചു. അത് വളരെ സന്തോഷകരമായ കാര്യത്തിൽ താങ്കളെ അഭിനന്ദിക്കേണ്ടതിന് പകരം ഈ നടപടി എടുത്തതൊട്ട് ശരിയായില്ല. എന്തായാലും താങ്കളത് ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യൂ. താങ്ക് യു അനൂപ്. ഓക്കെ, അനൂപ് കൊച്ചേരിയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. ഓക്കെ രാഹുൽ സുരേഷ്, കാര്യങ്ങൾ വ്യക്തമായി. അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചത്. സീനിയോറിറ്റി മാനദണ്ഡമാക്കി തന്നെ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ പണം വാങ്ങി സ്ഥാനാർത്ഥിയെ നിർത്തുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉള്ള വിമർശനങ്ങൾ ഉയരുമ്പോൾ അതെങ്ങനെയാണ് ഒരു പാർട്ടി അംഗത്തെ DCC അംഗത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ്? സസ്പെൻഷൻ പോലും അല്ല എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. അതും അനൂപ് കൊച്ചേരി പറഞ്ഞതിന് അനുസരിച്ചാണ് അവിടെ സ്ഥാനാർത്ഥിയെ തന്നെ നിശ്ചയിച്ചിരുന്നത്. അത്തരം വാർണിംഗ് സിഗ്നലൊക്കെ കൊടുക്കാൻ മനുഷ്യന് വേണ്ടേ പാർട്ടിക്കുള്ളിൽ? എന്താണത്? അനൂപ് കൊച്ചേരിക്ക് എതിരെ നടപടി വന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ രാഹുൽ സുരേഷ് പങ്കുവച്ചിരിക്കുന്നത് ഇടുക്കിയിൽ നിന്നും.